ശുചിത്വ കേരളം സുന്ദര കേരളം ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം. നമസ്കാരം. ഗ്രീൻ കേരള എക്സ്പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് സ്വാഗതം ചെയ്യാം ജൂറി മെമ്പേഴ്സിനെ. ഡോക്ടർ KP കണ്ണൻ, ഡോക്ടർ വിനീത മേനോൻ, ഡോക്ടർ RVG മേനോൻ, ശ്രീമതി നിർമ്മല സാനു ജോർജ്, കൂടാതെ അതിഥി ജൂറി നടനും സംവിധായകനുമായ ശ്രീ മധുപാൽ. വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ പദ്ധതികളുമായി എത്തിയ കോഴിക്കോട് ജില്ലയിലെ മാവൂർ ഗ്രാമപഞ്ചായത്തിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. മാവൂർ ഗ്രാമപഞ്ചായത്തിനെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നു പ്രസിഡന്റ് ശ്രീ V ബാലകൃഷ്ണൻ നായർ, വൈസ് പ്രസിഡന്റ് ശ്രീ EN പ്രേമനാഥ്, ശ്രീ N ബാലചന്ദ്രൻ, ശ്രീമതി കമ്പളത്ത് സുധ, ശ്രീ MP പത്മസുന്ദരൻ, ശ്രീ CP സുരേഷ് ബാബു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാലകൃഷ്ണൻ നായരെ നമുക്ക് സ്വാഗതം ചെയ്യാം. കോഴിക്കോട് പട്ടണത്തിൽ നിന്നും 15 കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായി ചാലിയാർ നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന മാവൂർ ഗ്രാമപഞ്ചായത്ത്, ആ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 1960 മുതൽ 2000 വരെ 40 വർഷക്കാലം മാവൂർ ഗോളിയാർ റയാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പഞ്ചായത്ത്. ആ ഗോളിയാർ റയാൻസിൻ്റെ എന്നേക്കുമായുള്ള അടച്ചുപൂട്ടൽ, അത് കാരണം ഒരു വാർഡ് നഷ്ടപ്പെട്ട ഒരു പഞ്ചായത്ത്. അതിൽ തന്നെ ഫറൂഖിലെ ഓട്ട് കമ്പനിക്ക് ആവശ്യമായ കളിമണ്ണ് എടുത്തുപോയതിൻ്റെ ഭാഗമായിക്കൊണ്ട് വയലേലകൾ പരിപൂർണമായി കുണ്ടും കുഴിയുമായി വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പഞ്ചായത്ത്. അതിൽ ഈ 2000 മുതലുള്ള 10 വർഷം വലിയ രീതിയിലുള്ള പദ്ധതി വിഹിതവും അതുപോലെ തന്നെ തനത് ഫണ്ടും ജനകീയ കൂട്ടായ്മയിലൂടെ സമഗ്ര വികസനവുമായി ആ കൂറ്റൻ വ്യവസായം അധപ്പതിച്ചതിൽ നിന്നും അതിൻ്റെ ദുരന്തത്തിൽ നിന്ന് പരിപൂർണമായി മുന്നേറിയ ഒരു പഞ്ചായത്ത്. നമുക്കെന്തായാലും ഈ പഞ്ചായത്തിന്റെ വിശേഷ കാഴ്ചകൾ കാണാം. മാവൂർ അങ്ങാടി നിൽക്കുന്ന പ്രദേശം പുൽപ്പറമ്പ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. മാവുകൾ നിബിഡമായി വളർന്നിരുന്ന പ്രദേശമായതിനാലാണ് ഇതിന് മാവൂർ എന്ന പേര് ലഭിച്ചതെന്നാണ് പറയപ്പെടുന്നത്. ഈ പേരിനോട് നീതി പുലർത്താൻ എന്നോണം ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്ന നിരവധി മാവ് മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഇവിടെയുണ്ട്. ഇവിടെയാണ് മാവൂർ ഗ്രാസിം ഇൻഡസ്ട്രീസ് പ്രവർത്തിച്ചിരുന്നത്. കേരളത്തിന്റെ വ്യാവസായിക വരൾച്ചയിലേക്ക് ഗ്വാളിയാർ റയോൺസ് എന്ന പേരിൽ കടന്നുവന്ന ഈ കമ്പനിയിൽ 10,000-ൽ പരം ആളുകൾ നേരിട്ടും അല്ലാതെയും ജോലി ചെയ്ത കാലമുണ്ടായിരുന്നു. ഇന്ത്യയുടെ വ്യവസായ ഭൂപടത്തിൽ കേരളത്തെ അടയാളപ്പെടുത്തിയ ഈ കമ്പനി 2001 ജൂണിലാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. ചാലിയാർ പുഴയുടെ മന്ദലക്കടവാണിത്. ഗ്വാളിയാർ റയോൺസിന്റെ പ്രതാപകാലത്ത് വളരെ സജീവമായിരുന്ന കടവാണിത്. ഗ്വാളിയാർ റയോൺസിൽ നിന്നുള്ള മാലിന്യ പ്രശ്നങ്ങൾ മൂലം പരിസ്ഥിതി സമരങ്ങൾ ഏറ്റവും സജീവമായിരുന്നത് ഈ കടവിൽ തന്നെയാണ്. മാവുകളുടെ നാടിന്റെ വിശേഷങ്ങൾ നമ്മൾ കണ്ടു. ഇനി അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ എന്താണെന്ന് സാറിനോട് ചോദിക്കാം. എന്താണ് സാർ അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ? വികസനം സമഗ്ര വികസനമാണ്. കൃഷി, വിദ്യാഭ്യാസം, ശുചിത്വം, ആരോഗ്യം, കുടിവെള്ളം, ജലസേചനം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമഗ്ര വികസനം. സാർ, ഇതിൽ പ്രത്യേകമായി എടുത്തു പറയാവുന്ന ഒരു പദ്ധതി ഏതാണ്? ആ പ്രോജക്റ്റ് അത് വിദ്യാഭ്യാസത്തിൽ കൈവരിച്ച നേട്ടങ്ങളാണ്. നമുക്ക് എന്തായാലും അതൊന്ന് കണ്ടു.
വിദ്യാഭ്യാസ രംഗത്ത് മാവൂർ ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യങ്ങളും സമഗ്രമാണ്. കായിക രംഗത്ത് ശുചിത്വ ആരോഗ്യ പ്രവർത്തനങ്ങളിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിൽ തുടങ്ങി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും പഞ്ചായത്ത് കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. ആസ്നൽ ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റിലെ കേരളത്തിലെ ജേതാക്കളാണിവർ. ഷില്ലോങ്ങിൽ വെച്ച് ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന നാഷണൽ ടൂർണമെന്റിന് പങ്കെടുക്കാൻ തയ്യാറെടുക്കുകയാണിവർ. കായിക രംഗത്ത് ഫുട്ബോളിൽ മാത്രമല്ല അത്ലറ്റിക്സ്, വോളിബോൾ, നീന്തൽ തുടങ്ങിയ ഇനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പരിശീലനം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. ചാലിയാർ പുഴയുടെ സാധ്യതകളെ പ്രയോജനപ്പെടുത്തി മാവൂർ പഞ്ചായത്ത് നടത്തിവരുന്ന ഒരു പുതിയ കായിക പരിശീലന പരിപാടിയാണിത്. കനോയിങ്ങും കയാക്കിങ്ങും. പുതുതാണല്ലോ ഡെങ്കി മലമ്പനി, പകരാൻ ഹേതു മറക്കണ്ട. കായിക രംഗത്ത് മാത്രമല്ല ശുചിത്വ ആരോഗ്യ രംഗത്തും വിദ്യാർത്ഥികൾക്ക് വിവിധ പഠന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ക്ലാസ്സിലേക്ക് ഈ നോട്ടീസ് എത്തിച്ചു തന്നിട്ട് പറഞ്ഞ് ഇത് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതിൽ ചെയ്തുകൊണ്ട് രേഖപ്പെടുത്തി എല്ലാ ആഴ്ചയിൽ ഓരോ വെള്ളിയാഴ്ചയും ഇവിടെ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. കുറേ ഇത് ഞങ്ങൾ ചെയ്ത് പിന്നെ ഞങ്ങൾക്കത് മനസ്സിലായി എന്താ ചെയ്യേണ്ടത്. വീടുകളിൽ തന്നെ ആദ്യമായി ഞങ്ങൾ ഉത്സവിച്ച് കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പറമ്പുകളിലൊക്കെ ചെന്നിട്ട് ചിരട്ടകളൊക്കെ ഉള്ളതും ഞങ്ങൾ കമഴ്ത്തി വെച്ചു. പിന്നെ ഇത് റോഡരികത്തുള്ള മൂടികളിൽ അങ്ങനത്തേലൊക്കെ ഞങ്ങൾ കൂത്താടികളെ കണ്ട് ഞങ്ങളത് മറച്ചു വെച്ച് അങ്ങനെ കുറേ ചിരട്ടകളും മൂടികളൊക്കെ ഞങ്ങൾക്ക് കഴിയുന്നിടത്തോളം ഞങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൊതുകൾ വരുത്തുന്ന രോഗങ്ങൾ ഞങ്ങളെ വീടുകളിൽ നിന്ന് കുറേയൊക്കെ കുറഞ്ഞിട്ടുമുണ്ട് ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് ചെയ്ത കാരണത്താൽ. സമഗ്ര ശുചിത്വ ആരോഗ്യ പരിപാടിയുടെ ഭാഗമായിട്ട് ഈ കുട്ടികൾ 10 ആഴ്ച തുടർച്ചയായി ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി. കൗമാരക്കാരായ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന ശാരീരിക മാനസിക സമ്മർദ്ദങ്ങൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കുന്നതിനുള്ള ഒരു തുടർ പദ്ധതി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു. കൗമാര ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി നടന്ന ബ്രിഡ്ജ് എന്ന പരിപാടിയിൽ ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി സോഷ്യൽ വർക്ക് സ്റ്റുഡൻസ് ആണ് പങ്കെടുത്തിരുന്നത്. ഇതിൻ്റെ ഉദ്ദേശം കൗമാരക്കാരും പഴയ തലമുറയിലും തമ്മിൽ ഇൻട്രാക്ഷനുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ളതും 2 മേഖലയിലുള്ള ആൾക്കാർക്കും പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുകയും അതോടൊപ്പം തന്നെ കൂടുതൽ നല്ല രീതിയിൽ ഒത്തുപോകാൻ എങ്ങനെ സാധിക്കും എന്നുള്ളതിനുള്ള ഒരു ശില്പശാല പോലെയാണ് എനിക്ക് തോന്നിയത്. ഇവിടെ ഒരു ടീച്ചർ ലീവായതിന്റെ പേരിൽ ഒരിക്കലും ക്ലാസുകൾ മുടങ്ങാറില്ല. അവധിയുള്ള അധ്യാപകർക്ക് പകരം ക്ലാസുകൾ കൈകാര്യം ചെയ്യാൻ അധ്യാപകരുടെ ഒരു റിസർവ് പൂൾ പഞ്ചായത്ത് രൂപീകരിച്ചിട്ടുണ്ട്. TTC B.Ed യോഗ്യതയുള്ള 32 പേരാണ് ഈ പൂളിലെ അംഗങ്ങൾ. ഈ ക്ലാസ് എടുക്കുന്ന ശ്രീകല ടീച്ചറും ഈ പൂളിലെ ഒരു അംഗമാണ്. ബുദ്ധിവൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂൾ പഞ്ചായത്ത് നടത്തുന്നുണ്ട്. പഠനാനുബന്ധ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പഞ്ചായത്ത് ഉറപ്പുവരുത്തിയിരുന്നു. വളയന്നൂർ ഗവൺമെന്റ് LP സ്കൂൾ പണ്ട് പ്രവർത്തിച്ചിരുന്ന വാടക കെട്ടിടമാണിത്. ഇനി നമുക്ക് ഇവർക്ക് വേണ്ടി പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ പുതിയ കെട്ടിടത്തിലേക്ക് പോവാം. വളയന്നൂർ ഗവൺമെന്റ് LP സ്കൂളിന്റെ പുതിയ കെട്ടിടമാണിത്. 30 സെന്റ് സ്ഥലം വിലക്കെടുത്തിട്ടാണ് പഞ്ചായത്ത് ഈ പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയത്. ഈ രീതിയിൽ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും സൗകര്യപ്രദമായ കെട്ടിടങ്ങൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകി. നമുക്ക് ഈ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ജൂറിയോട് ചോദിക്കാം. മാവൂർ പഞ്ചായത്ത് വളരെ പ്രസിദ്ധമാണ്, അല്ലെങ്കിൽ കുപ്രസിദ്ധമായിരുന്നു എന്ന് പറയാം. നേരത്തെ ചാലിയാറിലെ മലിനീകരണവും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അതെ. അപ്പോൾ ആ ഒരു ചരിത്രം തിരുത്തി എഴുതുന്ന ഒരു മട്ടിലാണ് ഇപ്പോൾ ഇവിടെ കണ്ട കാഴ്ചകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അക്കൗണ്ടിൽ വളരെ അഭിനന്ദനങ്ങൾ. ഈ ഗ്രാസിംഗ് കമ്പനി എന്നേക്കുമായി
അടക്കപ്പെട്ട് പോയി. അല്ല, അത് നമുക്കൊരു വലിയൊരു പാഠമാണ്. അതെ, ഏത് തരത്തിലുള്ള വ്യവസായങ്ങളാണ് വരേണ്ടത്, അത്